നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബസ് വിഷയത്തിൽ സർക്കാരിൽ പോര് മുറുകുമ്പോൾ പാർട്ടിയുടെ ഇടപെടൽ. ബസ് വിഷയം മാത്രമല്ല, സ്ഥാനം ഏറ്റെടുത്ത കാലം മുതൽ CPM വിരുദ്ധ നിലപാടുകളാണ് ഗണേഷ് സ്വീകരിക്കുന്നത്. ഇത് പാർട്ടിക്ക് വലിയ എതിർപ്പാണ്, ഗണേഷിനോട് വലിയ അവമതിപ്പുമാണ്. ഒതുക്കാൻ ഒരു പഴുത് നോക്കിയിരിക്കുമ്പോഴാണ് ബസ് വിഷയം എടുത്തിട്ട് പൊലിപ്പിക്കാൻ പാർട്ടിയുടെ പ്ലാൻ. എന്നാൽ വിട്ടുകൊടുക്കാതെ ഗണേഷ് മുന്നേറുകയാണ്. തന്റെ വകുപ്പ് താൻ തന്നെ ഭരിച്ചോളാമെന്ന് അദ്ദേഹം തുടക്കത്തിലെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഇപ്പോൾ ഗണേഷ് കുമാറും പാർട്ടിയും തമ്മിൽ ഇടഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് നാറിയ കളിയും CPM പുറത്തെടുക്കും. CPMനെ മറികടന്ന് ഗണേഷ് കുമാർ മുന്നോട്ട് പോകുകയാണ്. ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് KSRTCയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ഗതാഗത മന്ത്രി തേടി. KSRTC MDയോടാണ് റിപ്പോർട്ട് തേടിയത്. ഓരോ ബസിനും ലഭിക്കുന്ന വരുമാനം, റൂട്ടിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ നൽകാനാണ് നിർദ്ദേശം. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് വിവാദങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കിയത്. ജനങ്ങൾക്ക് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നും മന്ത്രി മാത്രമല്ല മന്ത്രിസഭയല്ലേ കാര്യം നടത്തുന്നതെന്നുമാണ് വിഷയത്തിൽ മന്ത്രിയെ തള്ളിക്കൊണ്ട് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. സർക്കാരിനും CPMനും ഇതിൽ ശുഷ്കാന്തി കമ്മീഷനാണെന്നാണ് ആരോപണം ശക്തമാകുന്നത്. നിലവിലെ ഇലക്ട്രിക് ബസ് സർവീസുകളുടെ റൂട്ട് ഉൾപ്പെടെ പരിഷ്കരിക്കുമോ, സർവീസ് വെട്ടിക്കുറയ്ക്കുമോ എന്നുള്ള ആശങ്കയിലാണ് യാത്രക്കാർ. ഇലക്ട്രിക് ബസ് സർവീസ് നഷ്ടത്തിലാണെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് മന്ത്രി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ഏതായാലും ഇലക്ട്രിക് ബസ് വിവാദം തുടരുന്നതിനിടെ ബസ് സർവീസിന്റെ ഭാവി എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തെ എതിർത്ത് ഭരണകക്ഷി MLA ആയ VK പ്രശാന്ത് രംഗത്ത് വന്നിരുന്നു. ഇലക്ട്രിക് ബസ്സുകൾ നയപരമായ തീരുമാനമാണെന്നും നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചുവെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഈ സർവീസുകൾ ലാഭകരമാക്കുകയും കൃത്യമായ മെയിന്റനൻസ് ഒരുക്കുകയുമാണ് KSRTC ചെയ്യേണ്ടതെന്നും പ്രശാന്ത് പറഞ്ഞു. തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ച് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായ മെയിന്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് KSRTC ചെയ്യേണ്ടത്. അല്ലാതെ ബസ്സുകൾ വാങ്ങില്ലെന്ന് പറയുന്നത് അബദ്ധമാണെന്നും പ്രശാന്ത് പറയുന്നു. തിരുവനന്തപുരം അതിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇലക്ട്രിക് ബസിന്റെ സേവനം ജനങ്ങൾക്ക് നന്നായി ലഭിക്കുന്നു. സർക്കാർ നിശ്ചയിച്ചതിന്റെ ഭാഗമായി 10 രൂപ കൊടുത്ത് ജനങ്ങൾ ആ വാഹനം ഉപയോഗിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരമൊരു നിലപാട് മാറ്റത്തിലേക്ക് മന്ത്രി എത്തുന്നത്. അത് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ലാഭകരമല്ലാത്തതുകൊണ്ടാണ് ഇത് മാറ്റുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത്രയും നാൾ ലാഭകരമാണെന്ന് കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലാഭകരമല്ലെങ്കിൽ ലാഭകരമാക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. സർക്കാരിന്റെ നയം എന്നത് ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുക, മലിനീകരണം കുറയ്ക്കുക എന്നതാണ്. അത് തിരുവനന്തപുരം നഗരത്തിലാണ് നടപ്പ് ആക്കാൻ ഏറ്റവും അനുയോജ്യവും. ഇതായിരുന്നു VK പ്രശാന്ത് പറഞ്ഞത്.